റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം. എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനം കർത്തവ്യപഥിൽ വർണ്ണാഭമായി ആഘോഷിച്ച് രാജ്യം. ഇന്ത്യയുടെ സൈനിക മികവും സാംസ്കാരിക പാരമ്പര്യവും വീണ്ടും വിളംബരം ചെയ്യുന്നതായിരുന്നു ചടങ്ങുകൾ. നാരീശക്തി പ്രമേയമാക്കി കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടും അഭിനന്ദനം നേടി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തിയതോടെയാണ് 74-ാം റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് തുടക്കമായത്. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിച്ചു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ആയിരുന്നു ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. His Excellency Abdul Fattah al-Sisi, the President of the Arab Republic of Egypt, and we warmly welcome them. കര, നാവിക, വ്യോമസേനകളും വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളും NCC ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും കർത്തവ്യപഥിലൂടെ മാർച്ച് ചെയ്ത് നീങ്ങി. പരേഡിനെ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്തു. ഈജിപ്ത് സായുധ സേനാ ബാൻഡും സംഘവും പരേഡിൽ അണിനിരന്നു. इस दस्ते में कुल 144 सैनिक हैं जो वहां के सशस्त्र बलों के मुख्य शाखाओं से लिए गए हैं. मिस्र राष्ट्र की महानता और प्राचीन इतिहास में इसके गौरव को दर्शाते ये सैनिक വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 17 ഫ്ലോട്ടുകളും വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടേതുമായി 6 ഫ്ലോട്ടുകളും മികവുറ്റതായിരുന്നു. കളരിപ്പയറ്റും ഗോത്രനൃത്തവും ചെണ്ടമേളവും അടക്കമുള്ള നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ചടങ്ങിൽ അഭിനന്ദിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. സൈനിക, പോലീസ് വിഭാഗങ്ങളും അശ്വാരൂഢ സേനയും ഉൾപ്പെടെ പരേഡിൽ അണിനിരന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന പ്രസംഗം. കരസേനാ മേജർ ആനന്ദ് CS നേതൃത്വം നൽകിയ പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. പരേഡിൽ 10 സായുധ വിഭാഗങ്ങൾ, 11 സായുധേതര വിഭാഗങ്ങളും അശ്വാരൂഢ സേനയും അണിനിരന്നു. കർണാടക വനിതാ പോലീസിന്റെ പ്ലാറ്റൂണും പരേഡിന്റെ ഭാഗമായി. ഭാരതീയ കരസേനയുടെ 11ാം മദ്രാസ് ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ സുബേദാർ, ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ഗീത എസ് വർദ്ധി നയിക്കും. മലയാളത്തിൽ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന ഗവർണർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. ലോകത്ത് 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്നും നവകേരളം പദ്ധതി സംസ്ഥാനത്ത് മികച്ച വികസനമാണ് കൊണ്ടുവരുന്നതെന്നും ഗവർണർ. In Kerala, our state government led by Chief Minister Honorable Shri Pinarayi Vijayan has been working on the vision of a Nav Keralam by addressing key areas like agriculture, environment, housing, healthcare and education. Kerala has drawn inspiration from India's rise as the 3rd largest startup ecosystem in the world, and the Kerala Startup Mission has been recognized in the Global Startup Ecosystem Report 2022 as Asia's leading performer. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണപരമായ മാറ്റം വേണമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തു പോകുന്നത് അത്തരത്തിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഗവർണർ പറഞ്ഞു. ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, ആന്റണി രാജു തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു ജില്ലകളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. വാഗ അതിർത്തിയിൽ പരേഡ് നടക്കുന്നു. തത്സമയം
വാഗ അതിർത്തിയിലെ പതാക താഴ്ത്തൽ ചടങ്ങാണ് കണ്ടത്. റിപ്പബ്ലിക് ദിനത്തിൽ ആഘോഷിക്കാൻ മറ്റൊരു കാരണം സമ്മാനിച്ച് ഹിസ്റ്ററി TV18 സൂപ്പർ ഹിറ്റ് ഷോ OMG യേ മേരാ ഇന്ത്യ മടങ്ങിയെത്തുന്നു. ജനുവരി 26 വ്യാഴാഴ്ച രാത്രി 8 മണിക്കാണ് ഷോയുടെ സീസൺ 9 സംപ്രേഷണം ആരംഭിക്കുന്നത്. ഷോയുടെ പുതിയ സീസൺ പ്രേക്ഷകർക്കായി കരുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. हुनर ऐसा कि सबको कर दे हैरान, जज्बा ऐसा कि बन जाए कीर्तिमान, अनोखे जाबाज, डेयरिंग अंदाज, फ्यूचरिस्टिक इनोवेशंस, फैंटास्टिक क्रिएशंस। दोस्तों, एंटरटेनमेंट का जो मीटर है वो सिर्फ 3 चीजों की वजह से बढ़ता है। OMG, OMG, OMG। एक कलाकार की कलाकारी का इतना बड़ा है आकार कि इंडिया की शान को 4 चांद लग गए सरकार। ये जनाब बनाते हैं रिकॉर्ड तोड़ू आर्ट, और वो भी वेस्ट मटेरियल से। ध्यान से देखिए, ये है इंडिया का पहला 3D प्रिंटेड हाउस जो दुनिया पर कर रहा है OMG असर। दोस्तों, ये है इंडिया की पहली 3-in-1 ड्राइवरलेस सोलर और इलेक्ट्रिक बस OMG। भैया, करेंसी और तालों के कलेक्टर्स तो हम OMG पे पहले देख ही चुके हैं, लेकिन मैच बॉक्स कलेक्ट करने वाले इंसान पहली बार दिखेंगे। मिलिए गौतम हिमाड़ी से। जहां हम छोटी छोटी चीजों से हार मान जाते हैं, वहीं एक धुरंधर के जज्बे ने यह साबित कर दिया है कि कामयाबी हालातों से लड़ने वालों के कदम चूमती है। ये है कमलकांत नायर, हमारे रिकॉर्ड तोड़ू पैरा एथलीट। इंडिया के हुनर का ऐसा चढ़ा है रंग कि सबकी जुबान बोल रही है मेरे संग OMG। OMG ये मेरा इंडिया का नया सीजन शुरू हो रहा है 26 जनवरी से हर गुरुवार रात 8 बजे हिस्ट्री TV18 पर। ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കേരളത്തിന്റെ പെരുമ ഉയർത്തിയ ബ്രാൻഡുകളെ ആദരിക്കുന്നു. ലോകോത്തര നിലവാരത്തോട് കിടപിടിക്കുന്ന നമ്മുടെ സ്വന്തം ബ്രാൻഡുകൾ കേരളത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തിന്റെ ആവശ്യങ്ങളെ അറിയുകയും അത് നടപ്പാക്കുകയും ചെയ്യുകയാണ്. വാർത്താ മാധ്യമ പ്രവർത്തനത്തിനപ്പുറം സമൂഹത്തോടുള്ള ഞങ്ങളുടെ തുറന്ന കാഴ്ചപ്പാടാണ് ഇത്തരം വേദികൾ ഒരുക്കുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. You should be proud of what you have done, irrespective of the ranking, irrespective of the revenues you have earned. കേരളത്തിലെ വാണിജ്യ രംഗത്ത് ധാരാളം സാധ്യതകൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണിത്. ആ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കൂടുതൽ സാധ്യതകൾ ചെയ്യാൻ കഴിയും. അത് നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു ടെലിവിഷൻ ചാനലിൻ്റെ പരിപാടിയാകുമ്പോൾ കൂടുതൽ നന്നായി സംഘടിപ്പിക്കാൻ പറ്റും. കേരള വ്യവസായ രംഗത്തെ പ്രമുഖ ബ്രാൻഡുകൾക്ക് പുരസ്കാരം. ന്യൂസ് 18 കേരളം കേരള ബ്രാൻഡ് അവാർഡ്സ് 2022 co-powered by റിലയൻസ്. ഇന്ന് രാത്രി 8-ന്. ന്യൂസ് 18 കേരളം ബ്രാൻഡ് അവാർഡ്സ് 2022 co-powered by റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് in association with നമ്മളെ അറിയുന്ന നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേയൊരു ഗോൾഡ് ലോൺ കമ്പനി ICL. ബജറ്റ് സമ്മേളനം ആരംഭിച്ചു. ബജറ്റിന്റെ തിരക്കിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ. എന്നാലും അതിനിടെ കുറച്ച് സമയം നമ്മളോട് സംസാരിക്കാൻ മന്ത്രി ചേരുന്നുണ്ട്. ബജറ്റിന്റെ പ്രതീക്ഷകളും എല്ലാം പങ്കുവയ്ക്കും. നമസ്കാരം മിസ്റ്റർ. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് നിരന്തരമായി എല്ലാവരും കേൾക്കുന്നുണ്ട്. എപ്പോഴും ബജറ്റിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായി സാമ്പത്തിക പ്രതിസന്ധി ബജറ്റിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം, ആശങ്ക. ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനങ്ങത്തെ വർഷം ഈ ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമാവുന്നു. ഏതെങ്കിലും കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുകയോ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും മുടക്കം വരികയോ ചെയ്തിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം. ഒരു 60-64 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ബോർഡുകൾ ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നന്നായി നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് വളരെ കാര്യമായിട്ടുണ്ട്. സംസ്ഥാനത്ത് മാത്രമല്ല
നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ലോകത്താകെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമാകും അടുത്ത വർഷമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കേരളത്തിൽ ഒരു മുട്ടുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമായൊരു കാര്യമാണ്. അത് വെറുതെ ഒരു അലങ്കാരികമായി പറഞ്ഞല്ല. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാനിൽ കറണ്ടില്ല, 17 മണിക്കൂർ കറണ്ടില്ല. കറണ്ടില്ലാത്ത കാര്യം അന്വേഷിച്ചപ്പോൾ ഡീസൽ ജനറേറ്ററുകൾ കണക്കൂടില്ല അവിടെ, വലിയ പവർ ഹൗസസ്. ഡീസൽ വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് കറണ്ട് ഇല്ല എന്നാണ് കണ്ടത്. ശ്രീലങ്കയിലെ സ്ഥിതി നേരത്തെ വന്നതാണ്. അപ്പം ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിമാർ 3 പേരായി, 2 മാസം കൊണ്ട് 3ാമത്തെ പ്രധാനമന്ത്രി വന്നു. എല്ലായിടത്തും ഈ ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസിനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി കഴിയണം. അതിന് സാമ്പത്തിക നയങ്ങളാണ് പ്രധാനം. കേരളത്തിൽ ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് നല്ല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല തീരുമാനങ്ങളും കേരളത്തിൻ്റെ എക്കണോമിയെ വല്ലാതെ ബാധിക്കുന്നതും പിന്നോട്ടടിക്കുന്നതുമാണ്. എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വളർച്ചയുള്ള സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു. 12% സ്ഥിരവിലയിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ വളർച്ച. 17% കറണ്ട് പ്രൈസസിലെ വളർച്ച. അപ്പോൾ അങ്ങനെ ഉള്ള വളർച്ചയുണ്ട്. പക്ഷേ അത് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ട 24,000 കോടി രൂപയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം വെട്ടിക്കുറച്ചേക്കുന്നത്. കേന്ദ്രം വെട്ടിക്കുറച്ചത് തന്നെയാണ്. കഴിഞ്ഞ വർഷം തന്നുകൊണ്ടിരുന്ന പണം ഇപ്രാവശ്യം തന്നില്ല. അത്രയും പണം കുറച്ചിട്ടും അത് തരാനുള്ള ഏറ്റവും അർഹമായി നമുക്ക് കിട്ടേണ്ടതായിട്ടും തരാതിരിക്കുമ്പോഴും നമ്മൾ ഇതിനകത്തുകൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ചെയ്യാൻ കഴിഞ്ഞത് നമ്മൾ കേരളത്തിൽ കോവിഡിൻ്റെ സമയത്ത് 1ാമത്തെ കോവിഡ് പാക്കേജ്, 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കൊടുത്ത 1ാം കോവിഡ് പാക്കേജ്, 2ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ നമ്മൾ കൊടുത്ത കോവിഡ് പാക്കേജ്, പ്രത്യേക 20,000 കോടി, വ്യാപാരികൾക്കുള്ള പ്രത്യേക ഒരു പാക്കേജ് 5,800 കോടി, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും കൂടുതൽ തൊഴിലവസരങ്ങളും മറ്റും ഉണ്ടാക്കാവുന്ന, സാമ്പത്തിക രംഗം സജീവമാക്കാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമാണ്. ആ ഒരു കാര്യം നന്നായി നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ എത്രയോ മുന്നോട്ട് പോവേണ്ടതാണ്. അവിടെയാണ് പ്രശ്നം. നമുക്ക് കേരളത്തിന് അർഹമായി കിട്ടേണ്ട പണം ഈ പറഞ്ഞ 24,000 കോടി വെട്ടിക്കുറച്ചത് മാത്രമല്ല, നമുക്ക് ശരാശരി കിട്ടേണ്ട ഇന്ത്യയുടെ നികുതി വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് വരുത്തി. ആ വെട്ടിക്കുറവും കൂടി വരാതിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാളും എത്രയോ അധികം പണം ഉണ്ടാവേണ്ടതായിരുന്നു. ആ പണം എല്ലാം ഇല്ലാതായതിൻ്റെതായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടും സ്വാഭാവികമായിട്ടും. ജനങ്ങളുടെ പ്രധാന ആശങ്ക ക്ഷേമ പെൻഷൻ. വാർത്തകളിലേക്ക്. വിവിധ ലഹരി വസ്തുക്കളുമായി യുവതി ഉൾപ്പെടെ 3 പേർ കൊച്ചിയിൽ പിടിയിൽ. നഗരത്തിലെ ഹോട്ടലിൽ നിന്നാണ് പിടിയിലായത്. MDMA, ആഷ് ഓയിൽ, LSD, നൈട്രോസെപ്പാം ഗുളിക എന്നിവ പിടിച്ചെടുത്തു. ആലുവ സ്വദേശികളായ സനൂപ്, നൌഫൽ, അപർണ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് സംഭവം? ധന്യ, ചേരനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അമൃത ആശുപത്രിക്ക് സമീപമുള്ള ബ്ലൂ മൂൺ ഹോട്ടലിലാണ് പോലീസ് റെയ്ഡ് നടത്തുകയും ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പിടിയിലായ സനൂപ്, നൌഫൽ എന്നിവർ ആലുവ സ്വദേശികളാണ്. അപർണ കോട്ടയം സ്വദേശിനി ആണ്. ഇവരിൽ നിന്നും MDMA 7.45 ഗ്രാം, ആഷ് ഓയിൽ, LSD, നൈട്രോസെപ്പാം ഗുളിക, കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഹോട്ടലിൽ എത്തിയ ശേഷം മറ്റ് ഇടപാടുകാർക്കായി കഞ്ചാവ് വിതരണം ചെയ്യുന്നതിനുള്ള ഇടപെടലാണ് ഇവരുടെ ഭാഗത്തുനിന്നും പ്രതികൾ നടത്തിയതെന്നാണ് കരുതുന്നത്. ചെറിയ ചെറിയ അളവുകളാക്കിയാണ് ഇവർ വിതരണം നടത്തിയതെന്നും പോലീസ് സംശയിക്കുന്നു. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇവ പിടിച്ചെടുത്തിരിക്കുന്നത്. നന്ദി അനീഷ്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വ്യാജ മദ്യനിർമ്മാണ യൂണിറ്റ് കണ്ടെത്തി. കഞ്ഞിക്കുഴി സ്വദേശി ബിനു മാത്യുവിന്റെ വീട്ടിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. 808 കുപ്പി വ്യാജമദ്യം പിടിച്ചെടുത്തു. വിവരങ്ങളുമായി സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, കൂടുതൽ വിവരങ്ങൾ. സ്റ്റാലിൻ, കേൾക്കാമോ? എക്സൈസ് സംഘം പരിശോധന നടത്തിയപ്പോഴാണ് ഇത്രയധികം കുപ്പി വ്യാജമദ്യം പിടിച്ചെടുത്തത്. 808 കുപ്പി വ്യാജമദ്യമാണ് പിടിച്ചെടുത്തത്. കോട്ടയം മീനടത്ത് വൃദ്ധമാതാവിനെ മർദ്ദിച്ച മകൻ അറസ്റ്റിൽ. മീനടം മാത്തൂർപ്പടി തെക്കേൽ കൊച്ചുമോനാണ് പാമ്പാടി പോലീസിന്റെ പിടിയിലായത്. മദ്യലഹരിയിൽ അമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. അവരല്ല ആരാണ് വേറെ ആരാണ് അത് പറഞ്ഞത്? ഇവരെ തല എന്റെ തല്ലി ഞാൻ കൊള്ളുന്നത് എന്നെ കിട്ടിയിട്ട എന്റെ
എനിക്ക് തന്നെ തരുന്നല്ല ചുമ്മാ അയ്യോ ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, സങ്കടകരമാണ് കാഴ്ച. എന്താണ് ഇയാൾ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ മാതാവിനെ ഉപദ്രവിക്കുന്നയാളാണോ? പോലീസ് എന്ത് കേസെടുത്തു? ധന്യ, തീർച്ചയായും ഇയാള് തുടർച്ചയായി മാതാവിനെയും വീട്ടിലുള്ളവരെയും ഒക്കെ മർദ്ദിക്കുന്ന സ്വഭാവക്കാരനാണ്. കൊച്ചുമോൻ 48 വയസ്സുകാരനാണ്. ഇന്നലെ പക്ഷേ ഇങ്ങനെ മർദ്ദിച്ചപ്പോൾ ഭാര്യ ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. തുടർന്ന് വാർഡ് മെമ്പർക്കും മറ്റും അയച്ചു നൽകി. അങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുക എന്ന് വെച്ചാൽ പോലീസിലെത്തുന്നത്. അതിനു മുൻപും നാട്ടുകാരും വാർഡ് മെമ്പറും ഒക്കെ ശ്രമിച്ചിട്ടും ഇതിന് ഒരു അറുതി വരുത്താൻ കൊച്ചുമോൻ തയ്യാറായിരുന്നില്ല. സ്ഥിരമായി മദ്യത്തിന് അടിമയായിരുന്നു കൊച്ചുമോൻ. എന്തായാലും ഇയാളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. മീനടം മാത്തൂർപ്പടി തെക്കേൽ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്, വീടിന്റെ പേരും അത് തന്നെയാണ്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇയാൾക്കെതിരെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്തായാലും ഇന്നലെ ഈ ഉണ്ടായ സംഭവത്തിൽ ഇന്നാണ് പോലീസ് ഇതിലൊരു ഇയാളെ പിടികൂടാനും തുടർ നടപടിയൊക്കെ എടുക്കാനും സഹായിച്ചത്. 93 വയസ്സുള്ള മറിയാമ്മ തോമസിനാണ് ഈ അക്രമം നേരിടേണ്ടി വന്നിട്ടുള്ളത്. പാമ്പാടി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, നന്ദി ശ്രീജിത്ത്. സുൽത്താൻ ബത്തേരി നമ്മിക്കൊല്ലി പുഴയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മൂലങ്കാവ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. രതീഷ് വാസ്തവൻ ചേരുന്നു. രതീഷ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഈ നമ്പിക്കൊല്ലി പുഴ താരതമ്യേന ചെറിയ പുഴയാണെങ്കിലും ഇവിടെ മണ്ണൂർക്കുന്ന് ഭാഗത്ത് ഒരു ചെക്ക് ഡാം ഉണ്ട്. ഇവിടെ വിപുലമായ രീതിയിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി സംഘത്തിൽപ്പെട്ട ആകാശാണ് മരണപ്പെട്ടത്. ഈ കുട്ടി മൂലങ്കാവ് സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയാണ്. എന്തായാലും വൈകിട്ട് 4 മണിയോടെ നാട്ടുകാർ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയെങ്കിലും 4 മണിയോടെ ആണ് മരണം സ്ഥിരീകരിച്ചത്. മൃതദേഹം ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലുണ്ട്. ദീർഘനേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഇദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിച്ചത്. ശരി, നന്ദി രതീഷ്. ഭക്ഷണത്തിൽ തേരട്ടയെ കണ്ടതിനെ തുടർന്ന് പറവൂരിൽ മറ്റൊരു ഹോട്ടൽ കൂടി പൂട്ടി. നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ വസന്തവിഹാറാണ് മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം ഇടപെട്ട് പൂട്ടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. മാഞ്ഞാലി തേലത്തുരുത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിനാണ് ദുരനുഭവം. മസാലദോശ കഴിച്ചുകൊണ്ടിരിക്കെ മസാലയിലാണ് ചത്ത തേരട്ടയെ കണ്ടത്. കുടുംബം പരാതി പറഞ്ഞതിനെ തുടർന്ന് ഹോട്ടൽ അടച്ചു. പിന്നീട് നഗരസഭ ജെഎച്ച്ഐ ധന്യയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗമെത്തി ഹോട്ടലിൽ പരിശോധന നടത്തി. അടുക്കളയും മറ്റും വൃത്തിഹീനമെന്ന് കണ്ടെത്തി അടച്ചിടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പാലക്കാട് ധോണിയിൽ വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയ PT-7 ശരീരത്തിൽ നിന്ന് പെല്ലറ്റുകൾ കണ്ടെത്തിയതായി വനം വകുപ്പ്. കാലിന്റെ പിൻഭാഗത്താണ് 15 പെല്ലറ്റുകൾ കണ്ടെത്തിയത്. തുരത്താനാണെങ്കിലും PT-7 എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് ഗുരുതര തെറ്റെന്ന് വനം മന്ത്രി പ്രതികരിച്ചു. PT-7 പിടികൂടിയ ശേഷം നടത്തിയ ശരീര പരിശോധനയിലാണ് പെല്ലറ്റുകൾ കണ്ടെത്തിയത്. ആനയെ ഓടിക്കാൻ എയർഗൺ കൊണ്ട് വെടിവെച്ചതാകുമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. എന്നാൽ പരിക്കുകൾ സാരമുള്ളതല്ലെന്നും പരിശോധിച്ചു വരികയാണെന്നും വനം വകുപ്പ് അറിയിച്ചു. PT-7 എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത് ഗുരുതര തെറ്റെന്ന് വനം മന്ത്രി. ആനയുടെ പിൻഭാഗത്ത് ഏതാനും ബുള്ളറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആനയെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കുകയേ ഉള്ളൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത്തരം കൃത്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേലിൽ അത്തരം പ്രവൃത്തികൾ ചെയ്യുകയില്ല എന്നൊരു തീരുമാനമെടുക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. എന്നാൽ PT-7 ഓടിക്കും എന്നല്ലാതെ വെടിവെച്ചോടിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെയുള്ള കർഷകർ ആകെ കടവും കാര്യങ്ങളും മേടിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. അവർക്ക് സത്യം പറഞ്ഞ വില കൂടിയ ഓലപ്പടക്കങ്ങളെ മേടിക്കാൻ കഴിവില്ല. അവർ ഈ ആന ഇറങ്ങി RRT വിളിക്കാറുള്ളത്. RRT കൊടുക്കുന്ന പടക്കങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ ആനിപ്പോ ഒരു സ്ഥലത്തല്ലല്ലോ, ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഇപ്പൊ എവിടെ പോയി എന്ത് കാണിച്ചു നമ്മൾക്ക് ഒരു അറിവുമില്ല. കൂട്ടിൽ കഴിയുന്ന PT-7 മെരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 2 പാപ്പാന്മാരെ ഇതിനായി നിയോഗിച്ചു. എന്നാൽ ചില സമയങ്ങളിൽ കൂട് തകർക്കാനുള്ള ശ്രമം PT-7 എന്ന ധോണി തുടരുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. ബത്തേരി താഴത്തൂർ
നൂലക്കുന്നിലാണ് പ്രദേശവാസി കടുവയെ കണ്ടത്. തൊട്ടടുത്ത മടക്കരയിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് വനം വകുപ്പും പോലീസും തെരച്ചിൽ നടത്തുകയാണ്. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ കാട്ടാനകളുമായുള്ള മനുഷ്യന്റെ അതിജീവന പോരാട്ടം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി. സംസ്ഥാനത്ത് കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശം ഇടുക്കിയിലെ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളാണ്. 2002 മുതൽ ഇതുവരെ 43 പേരുടെ ജീവനാണ് മേഖലയിൽ പൊലിഞ്ഞത്. മതികെട്ടാൻ ചോലയിലെ കാട്ടാന ആക്രമണത്തിലെ ഒടുവിലത്തെ ഇരയാണ് വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ. കാടിനെയും കാട്ടാനയെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ശക്തിവേൽ തോട്ടം തൊഴിലാളികളുടെ ആശ്രയമായിരുന്നു. കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ ഓടിയെത്തിയിരുന്ന നാട്ടുകാരൻ, ആനയെ ശാസിച്ച് ശാന്തനാക്കുന്നവൻ. ചില്ലിക്കൊമ്പൻ, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ തുടങ്ങി തോട്ടം മേഖലയിൽ കറങ്ങി നടക്കുന്ന നിരവധി ആനകൾ ഇവിടെയുണ്ട്. ആനപ്പേടിയിലാണ് ഓരോ ദിവസവും തോട്ടം തൊഴിലാളികളുടെ ജീവിതം. ആന തോട്ടങ്ങളിൽ തമ്പടിക്കുന്ന ദിവസങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെടും. രാത്രികാലങ്ങളിൽ ലയങ്ങൾക്ക് മുൻപിൽ ആന എത്തുന്നത് പതിവാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുന്നില്ല. ആക്രമണത്തിൽ പരുക്കേറ്റ് പാതി ജീവനുമായി കഴിയുന്നവരും നിരവധിയാണ്. நாங்க வேலைக்கு அன்னன்னைக்கு வேலை செஞ்சு சாப்பிடுறவங்க. காட்டுக்கு போனா எங்களுக்கு நிம்மதியா வேலை செய்ய முடியல. பிள்ளைகளை ஸ்கூல்ல சேர்க்கணும்னா எங்க இருந்து வந்தாலும் எங்க பார்த்தாலும் யானை தான் நிக்குது. நாங்க அன்னன்னைக்கு வேலை செஞ்சு சாப்பிடுறவங்க. பிறகு ரேஷன் கடையை இடிச்சிருது. எங்களுக்கு அரிசி கிடைக்க மாட்டேங்குது. அந்த அரிசியை சாப்பிட்டு போயிட்டா நாங்க என்ன செய்ய முடியும்? ஒண்ணும் செய்ய முடியாது. പൂപ്പാറ, കോരമ്പാറ, മൂലത്തറ, സിങ്കുണ്ടം, 301 കോളനി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാനശല്യം പതിവാണ്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഓരോ വർഷവും ആന നശിപ്പിക്കുന്നത്. ദുരന്തം സംഭവിക്കുമ്പോൾ ഉടൻ ശാശ്വത പരിഹാരമെന്ന സ്ഥിരം പല്ലവി വനം വകുപ്പ് ഉയർത്താറുണ്ടെങ്കിലും കാടിറങ്ങുന്ന കൊമ്പന്മാരെ നിലയ്ക്ക് നിർത്താനുള്ള പദ്ധതികൾ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ. വാർത്തകളിലേക്ക്. BBC ഡോക്യുമെന്ററിയിൽ പ്രതികരണവുമായി അമേരിക്ക. ലോകത്തെവിടെയും മാധ്യമ സ്വാതന്ത്ര്യം മാനിക്കപ്പെടണം. മതസ്വാതന്ത്ര്യവും അഭിപ്രായ മനുഷ്യാവകാശങ്ങളും ജനാധിപത്യത്തിൽ പ്രാധാന്യമേറിയതെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നെഡ് പ്രൈസ് പറഞ്ഞു. BBC ഡോക്യുമെന്ററി വിലക്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു മറുപടി. When we have concerns about actions that are taken in India, we've voiced those. We've had an occasion to do that, but we want first and foremost to reinforce those values that are at the heart of our relationship. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ BBC ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിനെതിരെ BJP പ്രതിഷേധം. എറണാകുളം തൃപ്പൂണിത്തറയിൽ ഇന്ന് രാവിലെ ഡോക്യുമെന്ററി പ്രദർശനം നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു BJPയുടെ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ സ്വമേധയാ പിരിഞ്ഞുപോയി. അതേസമയം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്റ്റാച്യു ജംഗ്ഷനിൽ പ്രദർശനം തടസ്സമില്ലാതെ നടന്നു. തൃപ്പൂണിത്തുറയിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം? പെൻഷൻ പ്രായം ഉയർത്തുമോ? ക്ഷേമ പെൻഷന്റെ സ്ഥിതി? മദ്യവില കൂട്ടുമോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ധനമന്ത്രി മറുപടി പറയുകയാണ്. നമ്മുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് KN ബാലഗോപാൽ മറുപടി പറയുന്നത്. ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനങ്ങത്തെ വർഷം ഈ ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമാവുന്നു. ഏതെങ്കിലും കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുകയോ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും മുടക്കം വരികയോ ചെയ്തിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം. ഒരു 60-64 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ബോർഡുകൾ ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നന്നായി നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് വളരെ കാര്യമായിട്ടുണ്ട്. സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ലോകത്താകെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമാകും അടുത്ത വർഷമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കേരളത്തിൽ ഒരു മുട്ടുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമായൊരു കാര്യമാണ്. കേരളത്തിൽ ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് നല്ല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല തീരുമാനങ്ങളും കേരളത്തിൻ്റെ എക്കണോമിയെ വല്ലാതെ ബാധിക്കുന്നതും പിന്നോട്ടടിക്കുന്നതുമാണ്. എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വളർച്ചയുള്ള സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു. 12% സ്ഥിരവിലയിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ വളർച്ച. ഈ ജനങ്ങളുടെ പ്രധാന ആശങ്ക ക്ഷേമ പെൻഷൻ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത്. 2, കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. കാരണം കേന്ദ്രത്തിന്റെ ഒരു നിലപാട് കൂടി അതിനൊരു തടസ്സമാവുന്നുണ്ട്. അതിൽ രണ്ടിലെയും ഇത് പൊതുകടമായി നിശ്ചയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതെങ്ങനെ അത് നേരിടണം അല്ലെങ്കിൽ എങ്ങനെ മറികടക്കും എന്നുള്ളത് പ്രധാന വെല്ലുവിളിയല്ലേ? ഈ ക്ഷേമ പെൻഷന് നടത്തുന്നതിന് അത് കൃത്യമായി അതിൻ്റെ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ പണം ലഭ്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു കമ്പനിയായിരുന്നു കേരള KSSPL പെൻഷൻ കമ്പനി എന്ന് പറയും. ആ കമ്പനി എടുക്കുന്ന കടവും അതുപോലെ തന്നെ അതുവഴി ചിലവാക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് കേന്ദ്രത്തിന്റെ സമീപനം. അവർ പറയുന്നത് ഈ സോപ്സ് ഒന്നും വേണ്ട എന്നാണ്, അതായത് സൗജന്യങ്ങളൊന്നും കൊടുക്കേണ്ടതെന്നാണ് അവരുടെ നയം. അത് പക്ഷേ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നില്ല. ഗവൺമെൻറ് ആ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും കൃത്യമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷനും എല്ലാം കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയായാലും ഇപ്പോൾ അടുത്ത മാസത്തെ ക്ഷേമ പെൻഷനും ഇപ്പം കൊടുക്കാൻ തന്നെ ഉള്ള സമീപനം തന്നെയാണ് എടുക്കുന്നത്. ബജറ്റിന് പുറത്തായിരുന്നാലും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന വരുമാനത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ സർവീസ് മേഖലയിലെ പെൻഷനായിട്ടും ഒപ്പം ശമ്പളവുമായിട്ടും എല്ലാം പോയിരുന്നു. സ്വാഭാവികമായി 2 ചോദ്യങ്ങളാണ്. ഒന്ന്, സർവീസ് മേഖലയിൽ പെൻഷൻ പ്രായം ഉയർത്തുമോ എന്നുള്ളത്. 2, കോൺട്രിബ്യൂട്ടറി പെൻഷൻ മാറ്റണമെന്നുള്ള ആവശ്യം സർവീസ് മേഖലയിൽ ഉയരുന്നുണ്ട്. ഈ 2 കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പെൻഷൻ്റെ കാര്യത്തിനകത്തൊക്കെ സാധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയമുണ്ട്. അതനുസരിച്ച് തന്നെയാണല്ലോ കാര്യങ്ങൾ പോവുക. അതല്ലാതെ എന്തെങ്കിലും പെൻഷൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന അഭ്യൂഹം അനുസരിച്ചിട്ട് അത് കൂട്ടാനൊന്നുമുള്ള തരത്തിലേക്കൊന്നും ആലോചനയൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ നിലവിലുള്ള ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ചും ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അത് പഠിച്ച് തീരുമാനങ്ങൾ ഫൈനലായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം വരുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. ആ മേഖലയിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കോവിഡ് സമയത്ത് കൃത്യമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അതിൻ്റെ പണം കൊടുത്ത വലിയ ബാധ്യതയും ഉത്തരവാദിത്വമാണത് ഉണ്ടാക്കിയത്. എങ്കിൽ പോലും കോവിഡാണെങ്കിലും അത് ചെയ്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ള കാര്യമാണ് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഫോക്കസ് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സാധാരണക്കാർക്കും ഒപ്പം നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് എന്നുള്ളതുകൊണ്ട് ആ സമീപനം തന്നെയായിരിക്കും പൊതുവിൽ ജീവനക്കാരോടായാലും തൊഴിലാളികളോടായാലും കർഷകരോടും മറ്റ് എല്ലാ മേഖലയിലുള്ളവരോടും ഗവൺമെൻറ് സ്വീകരിക്കുക. BJPക്കും RSSനുമെതിരെ നിലകൊള്ളുന്ന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും സാമ്പത്തികമായി ഞെരുക്കാനുമാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി. ഇതൊന്നും കേരളത്തിൽ വിലപോകില്ലെന്നും തുടങ്ങിവെച്ച വികസന പദ്ധതികളുമായി കേരളം മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. ബജറ്റ് സമ്മേളനം ആരംഭിച്ചു. ബജറ്റിന്റെ തിരക്കിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ. എന്നാലും അതിനിടെ കുറച്ച് സമയം നമ്മളോട് സംസാരിക്കാൻ മന്ത്രി ചേരുന്നുണ്ട്. ബജറ്റിന്റെ പ്രതീക്ഷകളും എല്ലാം പങ്കുവയ്ക്കാം. നമസ്കാരം മിസ്റ്റർ. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് നിരന്തരമായി എല്ലാവരും കേൾക്കുന്നുണ്ട്. എപ്പോഴും ബജറ്റിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായി സാമ്പത്തിക പ്രതിസന്ധി ബജറ്റിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം, ആശങ്ക. ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനങ്ങത്തെ വർഷം ഈ ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമാവുന്നു. ഏതെങ്കിലും കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുകയോ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും മുടക്കം വരികയോ ചെയ്തിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം. ഒരു 60-64 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ബോർഡുകൾ ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നന്നായി നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് വളരെ കാര്യമായിട്ടുണ്ട്. സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ലോകത്താകെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമാകും അടുത്ത വർഷമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കേരളത്തിൽ ഒരു മുട്ടുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമായൊരു കാര്യമാണ്. അത് വെറുതെ ഒരു അലങ്കാരികമായി പറഞ്ഞതല്ല. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നും വന്ന പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാനിൽ കറണ്ടില്ല, 17 മണിക്കൂർ കറണ്ടില്ല. കറണ്ടില്ലാത്ത കാര്യം അന്വേഷിച്ചപ്പോൾ ഡീസൽ ജനറേറ്ററുകൾ കണക്കൂടില്ല അവിടെ, വലിയ പവർ ഹൗസസ്. ഡീസൽ വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ട് കറണ്ട് ഇല്ല എന്നാണ് കണ്ടത്. ശ്രീലങ്കയിലെ സ്ഥിതി നേരത്തെ വന്നതാണ്. ഇപ്പം ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിമാർ 3 പേരായി. 2 മാസം കൊണ്ട് 3ാമത്തെ പ്രധാനമന്ത്രി വന്നു. എല്ലായിടത്തും ഈ ക്രൈസിസ് ഉണ്ട്.
ആ ക്രൈസിസിനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി കഴിയണം. അതിന് സാമ്പത്തിക നയങ്ങളാണ് പ്രധാനം. കേരളത്തിൽ ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് നല്ല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല തീരുമാനങ്ങളും കേരളത്തിൻ്റെ എക്കണോമിയെ വല്ലാതെ ബാധിക്കുന്നതും പിന്നോട്ടടിക്കുന്നതുമാണ്. എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വളർച്ചയുള്ള സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു. 12% സ്ഥിരവിലയിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ വളർച്ച. 17% കറണ്ട് പ്രൈസസിലെ വളർച്ച. അപ്പോൾ അങ്ങനെ ഉള്ള വളർച്ചയുണ്ട്. പക്ഷേ അത് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ട 24,000 കോടി രൂപയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം വെട്ടിക്കുറച്ചേക്കുന്നത്. കേന്ദ്രം വെട്ടിക്കുറച്ചത് തന്നെയാണ്. കഴിഞ്ഞ വർഷം തന്നുകൊണ്ടിരുന്ന പണം ഇപ്രാവശ്യം തന്നില്ല. അത്രയും പണം കുറച്ചിട്ടും അത് തരാനുള്ള ഏറ്റവും അർഹമായി നമുക്ക് കിട്ടേണ്ടതായിട്ടും തരാതിരിക്കുമ്പോഴും നമ്മൾ ഇതിനകത്തുകൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ചെയ്യാൻ കഴിഞ്ഞത് നമ്മൾ കേരളത്തിൽ കോവിഡിൻ്റെ സമയത്ത് ഒന്നാമത്തെ കോവിഡ് പാക്കേജ്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കൊടുത്ത ഒന്നാം കോവിഡ് പാക്കേജ്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ നമ്മൾ കൊടുത്ത കോവിഡ് പാക്കേജ്, പ്രത്യേക 20,000 കോടി, വ്യാപാരികൾക്കുള്ള പ്രത്യേക ഒരു പാക്കേജ് 5,800 കോടി, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും കൂടുതൽ തൊഴിലവസരങ്ങളും മറ്റും ഉണ്ടാക്കാവുന്ന, സാമ്പത്തിക രംഗം സജീവമാക്കാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമാണ്. ആ ഒരു കാര്യം നന്നായി നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ എത്രയോ മുന്നോട്ട് പോവേണ്ടതാണ്. അവിടെയാണ് പ്രശ്നം. നമുക്ക് കേരളത്തിന് അർഹമായി കിട്ടേണ്ട പണം ഈ പറഞ്ഞ 24,000 കോടി വെട്ടിക്കുറച്ചത് മാത്രമല്ല, നമുക്ക് ശരാശരി കിട്ടേണ്ട ഇന്ത്യയുടെ നികുതി വിഹിതത്തിൽ വലിയ വെട്ടിക്കുറവ് വരുത്തി. ആ വെട്ടിക്കുറവും കൂടി വരാതിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാളും എത്രയോ അധികം പണം ഉണ്ടാവേണ്ടതായിരുന്നു. ആ പണം എല്ലാം ഇല്ലാതായതിൻ്റെതായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടും സ്വാഭാവികമായിട്ടും. ഈ ജനങ്ങളുടെ പ്രധാന ആശങ്ക ക്ഷേമ പെൻഷൻ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത്. 2, കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. കാരണം കേന്ദ്രത്തിന്റെ ഒരു നിലപാട് കൂടി അതൊരു തടസ്സമാകുന്നുണ്ട്. ഈ പൊതുകടമായി നിശ്ചയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതെങ്ങനെ അത് നേരിടണം അല്ലെങ്കിൽ എങ്ങനെ മറികടക്കും എന്നുള്ളത് പ്രധാന വെല്ലുവിളി. ഈ ക്ഷേമ പെൻഷന് നടത്തുന്നതിന് അത് കൃത്യമായി അതിൻ്റെ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ പണം ലഭ്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു കമ്പനിയായിരുന്നു കേരള KSSPL പെൻഷൻ കമ്പനി എന്ന് പറയും. ആ കമ്പനി എടുക്കുന്ന കടവും അതുപോലെ തന്നെ അതുവഴി ചിലവാക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് കേന്ദ്രത്തിന്റെ സമീപനം. അവർ പറയുന്നത് ഈ സോപ്സ് ഒന്നും വേണ്ട എന്നാണ്, അതായത് സൗജന്യങ്ങളൊന്നും കൊടുക്കേണ്ടതാണ് അവരുടെ നയം. അത് പക്ഷേ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നില്ല. ഗവൺമെൻറ് ആ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും കൃത്യമായി. കൊച്ചിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അടൂർ റെസ്റ്റ് ഹൌസിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച സംഭവം ഗുണ്ടകൾ തമ്മിലുള്ള പകയെന്ന് പോലീസ്. ചെങ്ങന്നൂർ സ്വദേശി ലിബിൻ വർഗീസിനെയാണ് കൊച്ചിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയടക്കം 5 പ്രതികൾ അറസ്റ്റിലായി. ലിജോ ജോയ്, സുബീഷ്, അക്ബർ ഷാ, പ്രതീഷ്, വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. വാടകയ്ക്കെടുത്ത കാർ കഞ്ചാവ് വിൽപ്പനയ്ക്ക് മറിച്ചു നൽകിയതിനാണ് ലിബിനെ തട്ടിക്കൊണ്ടുപോയത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലിബിൻ വർഗീസിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കേസിലെ പരാതിക്കാരൻ 50 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പിടികിട്ട പുള്ളിയെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് മധ്യവയസ്കനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കായക്കുടിയിലെ ബാബുവാണ് കൊല്ലപ്പെട്ടത്. കിടപ്പുമുറിയിലാണ് കഴുത്തഴുത്ത നിലയിൽ കണ്ടെത്തിയത്. ബാബുവിന്റെ അയൽവാസി രാജീവനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രാവിലെ 9:30 മണിയോടെയാണ് വണ്ണാന്റെ ബാബുവിനെ മുറിവേറ്റ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്. കഴുത്തിലും വയറിലുമാണ് വലിയ മുറിവുകൾ. കുടൽ പുറത്തു ചാടിയ നിലയിലായിരുന്നു. പോലീസ് എത്തി പരിശോധന നടത്തുന്നതിനിടയിൽ തൊട്ടടുത്ത വീട്ടുകാരൻ രാജീവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. ഇതോടെ സംഭവത്തിൽ ദുരൂഹതയേറി. ബാബുവിന്റെ വീടിന് പുറത്ത് റോഡിൽ രക്തം കണ്ടതും സംശയം വർദ്ധിപ്പിച്ചു. ഇന്ന് രാവിലെ ഒരു 9:30 മണിയായി കാണും. ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ നേരത്ത് ബാബുവിൻ്റെ ഭാര്യ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പിന്നെ അട്ടഹാസം കൊടുത്തുകൊണ്ട് വന്നിട്ട് ബാബുട്ടിനെന്തോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഓടിപ്പോയി റൂമിലൊക്കെ നോക്കുമ്പോൾ അവൻ്റെ കട്ടിൽ ഒരു സൈഡിൽ ഇങ്ങനെ മലന്ന് കിടന്നിട്ട് കൊത്തുകൊണ്ട ജാതിയിൽ വീണ് കിടക്കുന്നു. ഇരു കുടുംബവും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായി അറിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കുടുംബങ്ങൾ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബു എന്ന് പറയുമ്പോൾ ഏറ്റവും എല്ലാ ആളുകളോടും നല്ല സമീപനത്തോടു കൂടി പെരുമാറുന്ന ഒരു ആളാണ് ബാബു. രാജീവനാണെങ്കിലും ഓട്ടോ ഡ്രൈവറെ പണിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാം തന്നെ ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആളാണ് രാജീവനും. അപ്പോൾ ഇത് വലിയ രൂപത്തിലുള്ള ഒരു ഈ പ്രദേശത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായി നമ്മൾ കാണുകയാണ്.
ദുരൂഹത വർദ്ധിച്ചതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഫോറൻസിക് ഡോഗ് സ്ക്വാഡുകൾ സ്ഥലത്ത് പരിശോധന നടത്തി. നാദാപുരം ഡിവൈഎസ്പി വി ലതീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 കോഴിക്കോട്. വിവാഹത്തിന് പരമാവധി ആഡംബരം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. എന്നാൽ വേറിട്ട വഴിയിലൂടെ നടക്കുകയാണ് കോട്ടയം കൂരപ്പട സ്വദേശിനി ആര്യ ആർ നായർ. വിവാഹ ചെലവ് ഒഴിവാക്കി 20 കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കുകയാണ് ആര്യ. ഇന്ത്യൻ റവന്യൂ സർവീസിൽ അസിസ്റ്റന്റ് കമ്മീഷണറായ ആര്യയ്ക്ക് ഗുജറാത്തിൽ IPS ഉദ്യോഗസ്ഥനായ ശിവം നാളെ വരണമാല്യം ചാർത്തും. കോളേജ് പഠനകാലത്ത് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹമാണ് ആര്യ സ്വന്തം വിവാഹത്തിലൂടെ സഫലമാക്കുന്നത്. ആഡംബരമുണ്ടാകില്ല എന്ന് മാത്രമല്ല, 20 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവാണ് ഇവർ ഏറ്റെടുക്കുന്നത്. ആക്ച്വലി ഞാൻ കോളേജ് ടൈം തൊട്ട് ഇങ്ങനെ ഒരു ഡിസിഷനിലെത്തി. അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഒരു സ്റ്റഡി കാണാനിടയായി. അതായത് ഇന്ത്യയിലെ കടബാധ്യതയുടെ പ്രധാന പങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സോഷ്യൽ ഫങ്ഷൻസിന് വേണ്ടിയുള്ള കടമെടുക്കലാന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അതിനൊരു ചെറിയ മാതൃകയാവാൻ പറ്റുവാണെങ്കിൽ. പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളത് ചെയ്താൽ അതിന് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെങ്കിലും മാറി ചിന്തിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ. ഗുജറാത്തിൽ IPS ഉദ്യോഗസ്ഥനായ ശിവവും ആര്യയുടെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. അച്ഛനും അമ്മയും കൂടി പിന്തുണച്ചതോടെ ആര്യയ്ക്കും ഇരട്ടി സന്തോഷം. അച്ഛനൊക്കെ എപ്പോഴും പറയായിരുന്നു, ഇത്രയും ഫ്രണ്ട്സിൻ്റെയും മക്കളുടെയൊക്കെ കല്യാണത്തിന് പോയിട്ട് എൻ്റെ മോളുടെ കല്യാണം ഇങ്ങനെയാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാനിതിന് പുറയിലെ റീസൺസും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എൻ്റെ അച്ഛനാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിന് നിങ്ങൾക്കറിയാലോ 30 days മുമ്പ് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ അത് അച്ഛനാണ് കൊണ്ടുപോയി കൊടുത്തതും ഒക്കെ. അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്. മകളുടെ ആഗ്രഹത്തെ സമൂഹം ഇത്രയധികം പിന്തുണയ്ക്കുമെന്ന് കരുതിയില്ലെന്ന് അച്ഛൻ രാധാകൃഷ്ണൻ നായരും അമ്മ സുജാതയും പറയുന്നു. ഫുൾ സപ്പോർട്ടിലായിരുന്നു. കാരണം നമ്മൾ വേണമല്ലോ ആ സമൂഹത്തിനൊരു മോഡലാകേണ്ടത്. കാരണം ഒരാൾ അല്ലെങ്കിൽ 2 പേര് മുന്നോട്ട് വരുമ്പോഴാണല്ലോ മൂന്നാമതൊരാൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം വരും. അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുക. അതുകൊണ്ട് ഞങ്ങൾ 2 വളരെ സപ്പോർട്ടീവായിരുന്നു. മോനും അതായിരുന്നു. നാളെ പാമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് ആര്യയും ശിവവും തമ്മിലുള്ള വിവാഹം. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അനന്ത് അംബാനിയും പ്രതിശ്രുത വധു രാധിക മർച്ചന്റും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. 1 മണിയോടെയാണ് ഇരുവരും ഗുരുവായൂരിലെത്തിയത്. ക്ഷേത്രത്തിൽ നെയ്യും കാണിക്കയും സമർപ്പിച്ചു. അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയത്. ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പദ്ധതി രൂപരേഖ അനന്തിന് ദേവസ്വം ചെയർമാൻ VK വിജയൻ കൈമാറി. ഇരുവരും ആനക്കോട്ടയും സന്ദർശിച്ചു. വിവാഹത്തിന് മുന്നോടിയായിട്ടായിരുന്നു ക്ഷേത്ര ദർശനം. കഴിഞ്ഞ ദിവസം അനന്ത് അംബാനി പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തിയിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ ഇടവേളകളില്ലാതെ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.